വല്ലങ്ങിപ്പാറ സ്വദേശിയെ വയലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷോക്കേറ്റത് മൂലമാണെന്ന് കണ്ടെത്തൽ. പന്നിക്കായി വെച്ച വൈദ്യുതിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മുണ്ടാരപ്പള്ളി വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. വല്ലങ്ങിപ്പാറ സ്വദേശികളായ വിജയൻ, മണികണ്ഠൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സൂരജ്, ഇപ്പോൾ ഈ രണ്ടുപേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് അത് ഈ കെണി വച്ചു എന്നുള്ളത് കൊണ്ടാണോ? ഈ പലപ്പോഴും ഇങ്ങനെയുള്ള അതിർത്തി പ്രദേശങ്ങളിലൊക്കെ, വനാതിർത്തി പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത്തരം കെണികളൊക്കെ വയ്ക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷെ കൃത്യമായിട്ട് അതിന് അധികൃതരുടെ അനുമതി വേണം, ചില നടപടികളുണ്ട്, ആ രീതിയിലൊക്കെ തന്നെയാണ്. ഇതിൽ വീഴ്ച വന്നതുകൊണ്ടാണോ, എന്താണ് ഇതൊരു കേസായി മാറുന്നു? അതിൽ മറ്റു വല്ല ദുരൂഹതകളുമുണ്ടോ? സ്മിത, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചേലക്കര മേഖല സംബന്ധിച്ച് കാട്ടുപന്നിയുടെ ശല്യം വളരെ രൂക്ഷമാണ്. അതിൽ കർഷകർ വലയുന്നുമുണ്ട്. ആ പ്രശ്നത്തെ നമ്മൾ കാണാതിരിക്കുന്നില്ല. ആ പ്രശ്നത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഈ കാട്ടുപന്നി ആക്രമണം തടയുന്നതിന്റെ ഭാഗമായാണ് ഇവിടെ, അതായത് ഒരു താൽക്കാലിക ഷെഡുണ്ട്, ആ ഷെഡിൽ നിന്ന് ഈ വൈദ്യുതി ലൈനുകൾ വലിച്ച് അത് താൽക്കാലികമായി ഈ വൈദ്യുതി വേലികൾ പന്നി കടക്കാതെ തരത്തിൽ ക്രമീകരിക്കുന്നതാണ് ഈ കെണിയായി അവിടെ ഒരുക്കിയിരുന്നത്. ഈ കെണി, അതായത് ഈ മരണപ്പെട്ട വ്യക്തിയും അതുപോലെ തന്നെ ഇപ്പോൾ ഈ കസ്റ്റഡിയിലുള്ള രണ്ടുപേരും അവർ മാറി മാറിയാണ്, അതായത് മരിച്ചത് ഉണ്ണികൃഷ്ണനാണ്, ഉണ്ണികൃഷ്ണനും അതുപോലെ തന്നെ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള വിജയൻ, മണികണ്ഠൻ എന്നിവർ മാറി മാറിയാണ് ഈ കെണി പല ദിവസങ്ങളിലും വൈകുന്നേരം അവിടെ എത്തുകയും ഈ കെണി അവിടെ വയ്ക്കുകയും ചെയ്യുന്നത്. അതായത് പകൽ സമയങ്ങളിൽ ഇവർ ഈ വൈദ്യുതി ലൈൻ മാറ്റിവെക്കും, വൈകുന്നേരം ഈ 3 പേരിൽ ആരെങ്കിലും അവിടെ എത്തി ഈ വൈദ്യുതി ലൈനുകൾ പുനഃസ്ഥാപിക്കുന്നതുമായിരുന്നു ചെയ്തു വന്നത്. അങ്ങനെ ഈ മണികണ്ഠനും അതുപോലെ തന്നെ ഈ സുഹൃത്തും ചേർന്ന് ഇന്നലെ ഈ വൈദ്യുത ലൈൻ ആദ്യം ഇവിടെ കൃത്യമായി ക്രമീകരിക്കുന്നു. അതിന് പിന്നാലെയാണ് അറിയാതെ ഇദ്ദേഹം, അതായത് മരണപ്പെട്ട ഉണ്ണികൃഷ്ണൻ കൂടി അവിടെ എത്തുന്നത്. ഉണ്ണികൃഷ്ണൻ ഇതറിയാതെ ഈ വൈദ്യുതി ലൈനിൽ പിടിക്കുകയായിരുന്നു. വൈദ്യുതി ലൈനിൽ പിടിച്ച സമയത്താണ് ഉണ്ണികൃഷ്ണൻ ഷോക്കേറ്റത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പോലീസ് പറയുന്നത്. പോലീസിന് അങ്ങനെ തന്നെയാണ് ഇരുവരും മൊഴി നൽകിയിരിക്കുന്നത്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ ഷോക്കേറ്റ് വീഴുകയായിരുന്നു. ഇത് മണികണ്ഠനും അതുപോലെ തന്നെ വിജയനും കാണുന്നു. അവർ തന്നെയാണ് ഈ മെയിൻ ലൈൻ ഓഫ് ചെയ്തതിന് ശേഷം ഇദ്ദേഹത്തെ ഈ ആശുപത്രിയിൽ എത്തിക്കുന്നത്. പോലീസിന് ആ സമയം തന്നെ സംശയം തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇങ്ങനെ അബദ്ധത്തിലാണ് ഈ വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റത് എന്ന് ഉൾപ്പെടെയുള്ള വെച്ച വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റാണ് ഉണ്ണികൃഷ്ണന്റെ മരണം എന്നാണ് ഇപ്പോൾ കണ്ടെത്തൽ. രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു.